എവിടെയെന്ന് അറിയണ്ടേ? ഇതാ പറഞ്ഞുതരാട്ടോ. ഹലോ ഗായ്സ്, ഞാൻ ബിൻസിന്റെ വീട്ടിലാണ് കേട്ടോ. ഇന്ന് നമ്മളെല്ലാവരും കൂടിയിട്ട് ബിൻസിന്റെ വീട്ടിലാണ് വന്നിട്ടുള്ളത്. സംഭവം എന്താ വെച്ചാൽ നമ്മൾ +1 +2 ബാച്ച് ഒന്ന് ഒരു ചിന്ന മീറ്റപ്പ് വെച്ചതാണ്. അപ്പൊ അതിൽ വരാൻ പറ്റാത്തവരും ഉണ്ട്, പക്ഷെ വന്നവരെല്ലാരും അടിപൊളിയാക്കി കൂടിയിട്ടുണ്ട്. എന്റെ ഓർമ്മയിൽ ഒരു 2-1.5 കൊല്ലമായിട്ടുണ്ടാവും കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടി കണ്ടിട്ട്. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഒരു ഫ്രണ്ടിന്റെ കല്യാണം ഉണ്ടായിരുന്നു, അതിന് വേണ്ടി കണ്ടിട്ടുണ്ടായിരുന്നു. വൈകിട്ടത്തെ പ്രോഗ്രാം ആയിരുന്നു ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ പരിപാടി കഴിഞ്ഞിട്ട് വേണം നേരെ കോഴിക്കോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടി ബാഗൊക്കെ പാക്ക് ചെയ്ത് ഒറ്റ ഇറക്കിറങ്ങിയാണ് കേട്ടോ പെരിയുന്നത്. പക്ഷെ ഇവരൊക്കെ കൂടി കണ്ടപ്പോൾ എനിക്ക് പോകാനുള്ള മനസ്സങ്ങോട്ട് പോയി. ആ പരിപാടി കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ വീട്ടിൽ തിരിച്ചു പോകുന്നത്. ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ചായ ഒഴിക്കാൻ അറിയാത്ത പ്രഹസനാണ്. ഞങ്ങൾ ചെന്നപ്പോക്കിന് അഫ്നെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മാഷാഅല്ലാഹ് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓള് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അടിപൊളിയാണ്. നമുക്ക് വിശ്വസിച്ച് ഈ ഒരു കാര്യം ഓളെ ഏൽപ്പിക്കാൻ പറ്റും. അങ്ങനെ എല്ലാവരും കൂടി നിലത്താണ് കേട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത്. ലൈക്ക് ഒരു ഇഫ്താറൊക്കെ പോലെ എല്ലാവരും നിലത്തിരുന്നതിന് ശേഷം തീറ്റ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് കേട്ടോ ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇഷാമ പട്ടിഷോ അടിക്കാണ്. കുറെ കുട്ടികളൊക്കെ കാണണം, ഞാൻ സിംഗിൾ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നെ എന്തായാലും വ്ളോഗിൽ ഇടണം എന്ന് പറഞ്ഞിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഒരു കുട്ടീനെ മറന്നു പോയിട്ടോ. പേര് ഓർമ്മയില്ല, ഫേസ് എനിക്ക് ഓർമ്മ ഉണ്ട്. അതിൻ്റെ ചർച്ചയാണ് ഇപ്പോൾ അവിടെ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി നമുക്ക് പുറത്തേക്ക് പോകാമെന്ന് പ്ലാൻ ഇട്ടു. പാണക്കാട് ഒരു പാലല്ലേ, അവിടേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. കുറേ അടിപൊളി പിക്ചേഴ്സും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കേടാ, ടാറ്റാ.